ബോറടിക്കുന്നോ? ഇതിപ്പോ നമ്മ ട്രെയിനിൽ കയറിയിട്ടേ ഉള്ളൂ. ഇനിയും ഉണ്ട് ഒരു 4 മണിക്കൂർ യാത്ര. അടങ്ങിയിരിക്കു കുണുക്കി. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം അവിടെ എത്തും. അമ്മ, ഇവരുടെ കളറിംഗ് ബുക്കൊക്കെ എടുത്തില്ലേ? നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അത് നേരാണല്ലോ. നിങ്ങൾ ആ കളറിംഗ് ബുക്കൊക്കെ എവിടെയാ വെച്ചേ? ഞാനോ? നീയല്ലേ അതൊക്കെ വെച്ചത്? ഇറങ്ങാൻ നേരം ഞാൻ പ്രത്യേകം പറഞ്ഞില്ലേ, കട്ടിലിൽ വെച്ചേക്കണ കളറിംഗ് ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെക്കാൻ. നിങ്ങളത് വെച്ചില്ലേ? അല്ലേലും എനിക്കറിയായിരുന്നു ഈ ഗീത എന്തെങ്കിലും മറക്കുമെന്ന്. അതങ്ങനെയാണല്ലോ പണ്ടേ. അത് കുണുക്കി സാരയില്ല. അടുത്ത റെയിൽവേ സ്റ്റേഷൻ എത്തട്ടെ, നമുക്ക് സ്റ്റേഷനിൽ ഇറങ്ങി കടയിൽ നിന്ന് കളർ ബുക്ക് വാങ്ങാട്ടോ. ഇനി ഇത് മോൾക്ക് ഒരു പണിയില്ല, വെറുതെ അത് ഓർപ്പിച്ചേക്കുന്നു. കുണിക്ക് നീ ഇനി അതും പറഞ്ഞ് വഴക്കിടണ്ട. വാ, നമുക്കൊന്ന് നടന്നിട്ടൊക്കെ വരാം. നടക്കാനോ? എവിടെ നടക്കാൻ? ഇത് ട്രെയിനാണ്, അല്ലാണ്ട് പോക്കുവല്ല. അവിടെ അടങ്ങിയിരുന്നേ. അച്ഛമ്മ, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. അത് ഈ കുട്ടികളെയും കൂടി ഞാൻ കൊണ്ടുപോകാം. ഇവർക്കും പോകണമെന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് ഈ ട്രെയിനിന്റെ ബോഗിയിലൊക്കെ കൂടി നടന്നിട്ട് വരാം. നിത്യ, അത് വേണ്ട കേട്ടോ. അതൊന്നും ശരിയാവില്ല. ഈ പിള്ളേര് കൈവിട്ടോടും. പിന്നെ ഇതേ അറിയാലോ, ട്രെയിനിന്റെ ഡോറിന്റെ അടുത്തൊക്കെ നിൽക്കുന്നത് അപകട. അയ്യോ, ഡോറിന്റെ അങ്ങോട്ടൊന്നും പോകില്ല അച്ഛാ. അത് ഈ ഒരു ബാത്റൂമിൽ മാത്രമേ ഞങ്ങൾ പോകൂ. എന്നിട്ട് ഓടി വരാം. സൂക്ഷിച്ചു പോണേ നിത്യ മോളെ. എടെ കുണുക്കാ, നീ വരുന്നുണ്ടോ? ആ, ബാത്റൂം കുഴപ്പമില്ല. ട്രെയിനിലെന്ന് പറഞ്ഞപ്പോ വല്ല മോശമാണെന്ന് ഞാൻ കരുതിയേ. കുണിക്ക്, നീ ആദ്യം പോയിക്കോ. അതെനിക്ക് വേണ്ട. വേണ്ടെന്നോ? അപ്പൊ നിനക്ക് ബാത്റൂമിൽ പോണെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്റെ പൊന്നു കുണിക്ക്, നമ്മൾ ഇനി 2 ദിവസം കഴിഞ്ഞാ വീട്ടിലെത്തുന്നേ. പഴനി പോണം, തല മുട്ടയടിക്കണം, പിന്നെ വേറെ എങ്ങാണ്ടൊക്കെ ഒരു സ്ഥലത്ത് അച്ഛൻ പോകുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം നീ ടോയ്ലറ്റിൽ പോകാണ്ടിരിക്കാൻ പോവാണോ? ദൈവമേ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ശരി, എന്നാ ഞാൻ ബാത്റൂമിൽ പോട്ടെ, നീ പുറത്തോട്ട് നിക്ക്. എങ്ങും പോയി കളയരുത് കേട്ടോ. എങ്ങും പോകരുത്. ഞാൻ ഇറങ്ങി വരുമ്പോ അവിടെ തന്നെ ഉണ്ടാവണം. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഇവള് പിന്നെ എന്തിനാ എന്നെ കൂടി വന്നത് ബാത്റൂമിൽ പോകാനല്ലാണ്ട്? അയ്യോ, ഈ കുണിക്ക് എവിടെ? അവളോട് ഇവിടെ നിൽക്കാനാണല്ലോ ഞാൻ പറഞ്ഞേ. കുണിക്ക്. ഹായ് ആന്റി, അങ്കിൾ. എന്താ മോളെ? ഇവിടെ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു, അവളെ കണ്ടോ? ചെറിയ കുട്ടിയോ? അതെ അങ്കിൾ, 4 വയസ്സ് പ്രായമുള്ളത്. മോളെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞങ്ങൾ സംസാരിച്ചിരിക്കുവായിരുന്നു. ഇവിടെ ആരെയും കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ദൈവമേ, ഇവളിത് എവിടെ പോയി? ഇനി ഞാൻ ആരോടെ ചോദിക്കാ? ഷോ, എന്റെ ദൈവമേ. അപ്പുറത്തെ ബോഗി പോയി നോക്കാം. അങ്ങോട്ട് പോയിട്ടുണ്ടാവും. കുണിക്ക്, ദൈവമേ, ഈ ബോഗിയിലൊന്നും ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ. ഞാനിനിയിപ്പോ എന്താ ചെയ്യാ? മര്യാദക്ക് അമ്മ പറഞ്ഞതാ കുണിക്കിനെ കൊണ്ടുപോണ്ടെന്ന്. അവളെയും കൂട്ടി ബാത്റൂമിൽ ഇരുന്നാ മതിയായിരുന്നു. അവളെ പുറത്ത് നിർത്തണ്ടായിരുന്നു. കുണുക്കി. അയ്യോ, നിത്യത്തിന് ഇവിടെയും കാണാനില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോവോ? ആഹാ, കറങ്ങാൻ പോയ ആൾക്കാരൊക്കെ വന്നോ? ഞാൻ ഓർത്ത് നിങ്ങൾ ഇപ്പോഴെങ്ങും വരില്ല, എവിടെയെങ്കിലും ചുറ്റി നടക്കുമായിരിക്കുമെന്ന്. ബാത്റൂമിലൊക്കെ പോയോ? ഞാൻ പോയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് ബാത്റൂമിലൊന്നും പോകൂലെന്ന്. ഇവിടെ നിന്നാ മതിയായിരുന്നു. അല്ല കുണിക്ക്, നിത്യേച്ചി എവിടെ? അവളുടെ കറക്ക ഇനിയും മതിയായില്ലേ? അറിയില്ലെന്നോ? എന്താ കുണിക്ക് നീ കളിപ്പിക്കുന്നേ? നിത്യ എവിടെ? നിത്യേച്ചി വന്നില്ലേന്നോ? കുണിക്ക് എന്തായി ചോദിക്കുന്നത്? നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത്? എന്തൊക്കെയാ നീ പറയുന്നേ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് നീ മാത്രം ഇങ്ങ് പോകുന്നോ? അപ്പൊ നിത്യ എവിടെ? അവള് നിന്നെ അന്വേഷിക്കുന്നുണ്ടാവില്ലേ? മാധവൻ ചേട്ടാ, ഇവള് പറയണ കേട്ടില്ലേ? നിത്യ ചിലപ്പോ ഇവളെ അന്വേഷിച്ച് കിടക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ? വേറെ എന്ത് സംഭവിക്കാൻ? ആ നിത്യ ഇങ്ങോട്ട് വരട്ടെ. കൊച്ചിനെ കൊണ്ടുപോയിട്ട് അവള് നോക്കിയില്ല. കൊച്ചു കരഞ്ഞു വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നത് ഭാഗ്യം. വേറെ എങ്ങോട്ടെങ്കിലും പോരുന്നെങ്കിലോ?
അത് നേരെ ആ നിത്യനോട് പറഞ്ഞതാ കൊച്ചിനെയും കൊണ്ട് പോകരുതെന്ന്. കൊച്ചു ഒറ്റയ്ക്ക് ഇവിടം വരെ വന്നത് ഭാഗ്യം. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്റെ ദൈവമേ, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി അറിയാലോ. പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും നിത്യനെ നോക്കിയിട്ട് വരാം. എടി, അവള് ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ബാത്റൂം ഈ അപ്പുറത്തെ ബോഗിയിലല്ലേ. അവള് തനിയെ വന്നോളും. അവള് വരുമ്പോഴേ ഈ കൊച്ചിനെ നോക്കാത്തതിന് അവക്കിട്ട് ഞാൻ നല്ലത് കൊടുക്കുന്നുണ്ട്. നല്ല ആളാ ചേച്ചി. കൊച്ചിനെയും കൊണ്ട് പോയിട്ട് കൊച്ചിനെ നോക്കിയില്ല. എന്റെ ദൈവമേ, കൊച്ചു ഒറ്റയ്ക്ക് ഇവിടെ തിരിച്ചെത്തിയത് ഭാഗ്യം. എന്റെ ദൈവമേ, എന്നെ കൊണ്ട് വയ്യ. ഞാൻ പറഞ്ഞതാ നിന്നോടും കൂടി പോകാനായിട്ട്. ബാത്റൂമിൽ കുട്ടികൾ ഒറ്റയ്ക്ക് വിടണ്ടാന്ന്. മാധവൻ ചേട്ടൻ എപ്പോ പറഞ്ഞു? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേ എന്നെ കുറ്റം വെക്കുന്ന പരിപാടി നിർത്തിക്കോ. എനിക്കിവിടെ ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. എന്റെ ദൈവമേ, ഒരു നല്ല കാര്യത്തിന് പഴനി പോകുക. ഇവർക്ക് രണ്ടുപേർക്കും വീട്ടിലും അടി പുറത്തും അടി. എന്തു പറയാൻ. നിത്യം വലുതാണ്, വഴി അറിയാന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിന്നോ. ഞാൻ എന്റെ കൊച്ചിനെ പോയി നോക്കിയിട്ട് വരാം. ഗീത നിക്ക്, ഞാനും വരാം. നിത്യനെ നോക്കണ്ടേ? അവള് പോയ അവനും പോകും. പെങ്കോന്തൻ. എടി പെങ്കൊച്ചെ, ഞാനെന്ത് ചെയ്തിട്ടാ? വെറുതെ അനാവശ്യം പറയരുത്. എത്ര നേരായി ഇവറ്റകള് പോയിട്ട്. പോയവളെ കാണാനില്ല, അത് അന്വേഷിക്കാൻ പോയവരെയും കാണാനില്ല. എന്റെ ദൈവമേ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ എങ്ങും കുണിക്കുമോളില്ല. ഞാൻ ഇനി എന്താ ചെയ്യാ? കുണിക്കുമോളില്ലാണ്ട് അങ്ങോട്ട് ചെന്ന അച്ഛനും അമ്മ എന്നെ കൊല്ലും. അവരെന്നെ കൊന്നാലും സാരമില്ല. കുണിക്കുമോളെ കണ്ടു കിട്ടിയാ മതിയായിരുന്നു. അവൾ എവിടെ പോയാവോ? ആരെങ്കിലും പിടിച്ചോണ്ട് പോയി കാണുമോ? എന്തായാലും കുണിക്കുമോളില്ലാതെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നില്ല. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തട്ടെ, ഞാൻ ഇറങ്ങും. ഞാൻ എങ്ങോട്ടെങ്കിലും പോകും. എനിക്ക് കുണിക്കില്ലാണ്ട് പറ്റില്ല. നിത്യേ, അമ്മേ, അമ്മ എന്നെ വഴക്ക് പറയില്ലേ അമ്മേ? ഞാൻ നോക്കാനിട്ടല്ല അമ്മേ. പ്ലീസ് അമ്മ, എന്നെ ഒന്നും ചെയ്യില്ലേ. ഞാൻ മനഃപൂർവ്വമല്ല. എന്താ നീ പറയണേ? ഞാൻ പറയണോന്ന് നീ അങ്ങോട്ട് കേക്ക്. വേണ്ട വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അയ്യേ, ഈ കൊച്ചു എന്തൊക്കെയായി പറയുന്നേ? അമ്മ പറയണോന്ന് കേക്ക് നിത്യേ. വേണ്ടമ്മേ വേണ്ട. കുണിക്കിനെ കാണാനില്ല. ഞാൻ അവളെ കൊണ്ട് കളഞ്ഞത്. നിത്യേ, എന്നോട് ക്ഷമിക്കച്ച. ഞാൻ മനഃപൂർവ്വമല്ല. കുണിക്കിനെ ഞാൻ പുറത്ത് നിർത്തിയിട്ട് ബാത്റൂമിൽ കയറി. അങ്ങനെ ചെയ്യരുതായിരുന്നു. വന്നപ്പോ അവളെ കാണാനില്ല. എന്നോട് ക്ഷമിക്കച്ച. അതിന് നിത്യമോളെ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. എന്റെ പൊന്നു നിത്യമോളെ, നീ ഞാൻ സങ്കടപ്പെടാതെ. ഞാൻ പറയണോന്ന് നീ കേക്ക്. കുണിക്ക് എങ്ങും പോയിട്ടില്ല. എങ്ങും പോയിട്ടില്ലെന്നോ? അവളെവിടെ പിന്നെ? മോളെ, അവള് ഭാഗ്യം കൊണ്ട് തിരിച്ച് ഞങ്ങളുടെ ബോഗിയിലേക്ക് തന്നെ വന്നു. അവൾ ഇപ്പത്തെ അച്ചാമ്മയുടെ കൂടെ അവിടെ ഇരിപ്പുണ്ട്. നേരാണോ അച്ഛാ? അതെ, നീ എന്തെങ്കിലും പറയാൻ സമ്മതിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ കിടന്ന് കരഞ്ഞാലോ? മോള് പേടിക്കണ്ട, അങ്ങോട്ടേക്ക് വാ. അമ്മേ സോറി അമ്മ, എന്നെ വഴക്ക് പറയില്ലേ. ഞാൻ മനഃപൂർവ്വമല്ല. സാരിയില്ല, എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാ മതി. മനസ്സിലായല്ലോ? ഈ പരിചയമില്ലാത്ത പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോ ഒറ്റയ്ക്ക് ഇനി പോകണ്ട. അച്ഛനും അമ്മയും ആരെങ്കിലും കൊണ്ട് പോയാ മതി. ഇനി അഥവാ പോയാൽ തന്നെ കുട്ടികളെ കൈവിടരുത്. നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് നല്ലോണം മനസ്സിലായമ്മേ. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വന്നെങ്കിൽ ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോയേനെ. നിത്യേ, ഇനി മേലെ ഇമാതിരി വർത്തമാനം പറയരുത് കേട്ടോ. നീ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ പോയിരിക്കാം. പോകാച്ച, എനിക്ക് കുണിക്കീനെ കാണണം. കുണിക്കീ, ചേച്ചിനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നീ. ചേച്ചിനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ തെറ്റിയേ, നീ ഇവിടെ നിന്നേ. നീ എന്തെന്നും പറഞ്ഞടി കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്? നിന്നോട് ഞങ്ങൾ പറഞ്ഞല്ലേ പോകരുതെന്ന്. അപ്പൊ നീ നോക്കിക്കോളാന്നും പറഞ്ഞ് കൊച്ചിനെ ബാത്റൂമിൽ കൊണ്ടുപോയി. എന്നിട്ട് എന്താടി സംഭവിച്ചത്? അച്ചാമ്മേ ഞാൻ ഞാൻ എത്ര തവണ പറഞ്ഞു പോകണ്ട, ഇവിടെ എങ്ങനെ അടങ്ങിയിരിക്കാൻ. അപ്പൊ കേട്ടില്ല. ഈ കൊച്ചു കരഞ്ഞ് വേറെ വല്ല ബോഗിലും പോയി വല്ല ഹിന്ദിക്കാർ വല്ല തട്ടിക്കൊണ്ടുപോയെങ്കിൽ എന്ത് ചെയ്തേനെ? അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. അമ്മ ഇനി കൂടുതൽ പറയണ്ട. കുട്ടികളാകെ സങ്കടത്തില. ഇനി അവർ ഇതും കൂടി പറഞ്ഞ് കൂടുതൽ വിഷമിപ്പിക്കണ്ട. നീ ഒരുത്തിയാണ് കുട്ടികളെ ഇങ്ങനെ വഷളാക്കുന്നത്. അതല്ല അമ്മേ, നിത്യമോളാകെ സങ്കടത്തിൽ വന്നിരിക്കുക. കുണിക്കുകയും കരച്ചില്ല. ഈ ഒരു സമയത്തല്ല ഇവരെ വഴക്ക് പറയേണ്ടത്. ഇവരുടെ സങ്കടമൊക്കെ മാറട്ടെ, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അയ്യോ, ഗീത പറഞ്ഞ പിന്നെ നിനക്ക് ഒരു അപ്പീലില്ലല്ലോ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. നല്ലൊരു വടിയെടുത്ത് 2 ഇട്ടു. 2 ഇപ്പൊ അങ്ങോട്ട് കൊടുത്തേ. പിന്നെ മേലെ ഒരു ബാത്റൂമിൽ പോകൂല, എങ്ങും പോകൂല. പറഞ്ഞാ കേൾക്കാത്തത് നിങ്ങള്. എന്റെ സരസ്വതി, ഒന്ന് നിർത്ത്. ആ കുട്ടികളാകെ സങ്കടത്തില. നമുക്ക് പറഞ്ഞു കൊടുക്കാം, അവരുടെ കരച്ചിൽ മാറട്ടെ. ആ നിത്യനെ മാത്രം വഴക്ക് പറഞ്ഞിട്ട് എന്തിനാ? ഈ ഒരു പെങ്കൊച്ച് എന്തെങ്കിലും അനുസരണ ഉണ്ടോ? 4 വയസ്സായാലും എന്താ? കുഞ്ഞിക്കൊച്ചൊന്നും അല്ലല്ലോ, 4 വയസ്സായില്ലേ? അയ്യോ ആയിക്കോട്ടെ, അമ്മ ഒന്ന് നിർത്ത്. ഇതിപ്പോ ട്രെയിനാണ്, നമ്മുടെ വീടല്ല. ആളുകൾ ശ്രദ്ധിക്കും. ആ ട്രെയിൻ ആയതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ കയറി ഇരിക്കേ. നമ്മളാ ഹോട്ടൽ മുറിയിൽ എത്തട്ടെ. ബാക്കി ഞാൻ അവിടെ വെച്ച് തരാം. എടാ മാധവ, ഇവള് പറയണ കേട്ടില്ലേ? എന്റെ പൊന്നമ്മേ, അമ്മക്ക് ആര് പറഞ്ഞാലും മനസ്സിലാകില്ലേ? കുട്ടികളെ വഴക്ക് പറയാം. നമ്മൾ വീടൊന്ന് എത്തിക്കോട്ടെ. അല്ലാതെ ഈ ട്രെയിനിലും മറ്റ് പബ്ലിക്കിന്റെ മുമ്പിലല്ല കുട്ടികളെ വഴക്ക് പറയേണ്ടത്. അതുകൊണ്ട് അമ്മ ഇത് കേട്ടോ.